അവര് ശരിക്കും പർപ്പസോട് കൂടി ഉണ്ടാക്കിയതാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഡാം. അല്ലാണ്ട് തമിഴനെ നന്നാക്കാനോ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ദ്രോഹിക്കാണ് ചെയ്തത്. അതിനൊന്നും പണിയാൻ പറ്റില്ല. അതായത് ഒരു റിവറിന്റെ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്, ആ ഫ്ലോയില് ഡാം കെട്ടി തിരിച്ചൊഴുക്കാൻ പറ്റില്ല നദിയെ. അത് പ്രകൃതിയുടെ ഒരു ഇക്വിലിബ്രിയത്തെ തകിടം മറിക്കും. നമ്മുടെ ഇക്വിലിബ്രിയം തകിടം മറിഞ്ഞിരിക്കുക. അതുകൊണ്ട് പ്രകൃതി തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ഡാം കെട്ടിയാൽ തന്നെ വെള്ളം അതിന്റെ ഫ്ലോയിന്റെ ഡയറക്ഷനിൽ തന്നെ വിടണം. അപ്പൊ ആ ഇക്വിലിബ്രിയം അങ്ങനെ തന്നെ ഉണ്ടാവും. ഫ്ലോ മൊത്തത്തിൽ തകർന്നു, ഒരു തുള്ളി ഇങ്ങോട്ട് വിട്ടിട്ടില്ല കേട്ടോ. ഫ്ലോ മൊത്തത്തിൽ തടഞ്ഞ് ബംഗാൾ ഉൾക്കടലിലേക്ക് വിടുന്നു. അറബിക്കടലിൽ പതിക്കേണ്ട നദി ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നു. അത് ഈ പ്രപഞ്ചത്തിനെതിരെ ഏറ്റവും വലിയ തിന്മയാണത്. അതാണ് മുല്ലപ്പെരിയാർ ഡാം. അതുകൊണ്ട് പ്രപഞ്ചം തിരിച്ചടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. പ്രപഞ്ചം തിരിച്ചടിക്കും. ഈ 130 വർഷം പ്രപഞ്ചം നോക്കിയെന്ന് ഇനി നോക്കി നിൽക്കില്ല. മനസ്സിലായി? ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. അതായത് അങ്ങനെയൊന്നും നദിയെ ഈ ലോകത്തിനൊരു ക്രമമുണ്ട്. ഇപ്പൊ ഗംഗ മൊത്തം തടഞ്ഞു നിർത്തിയിട്ട് ഹിമാലയത്തിന്റെ അപ്പുറത്തേക്ക് വിട്ടാ പ്രപഞ്ചം നോക്കി നിൽക്കുവോ? ഈ ലോകം ഉണ്ടാവുമോ? ലോകത്തുള്ള ഡാം കൺസ്ട്രക്ഷനിലെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ഡയറക്ഷനിലാണോ വെള്ളം ഒഴുകേണ്ടത്, ഡാം കെട്ടിയാലും അതേ ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് അതേ ഡയറക്ഷനിൽ തന്നെയാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. പക്ഷെ മുല്ലപ്പെരിയാറിൽ അങ്ങനെ അല്ല, റിവേഴ്സ് ഡയറക്ഷനിലാണ് ഒഴുക്കി വിടുന്നത്. അത് പ്രശ്നമാണ്. പ്രപഞ്ചം തിരിച്ചടിക്കും. എന്നുള്ളത് ചോദ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കാലത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതിയിലെ കേസ് അതിനൊരു പരിഹാരമാകട്ടെ. അതിനുവേണ്ടി കേരളത്തിലെ മൊത്തം ജനങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ആ ആഗ്രഹിച്ചാൽ മാത്രം മതി. ആ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ്, ഒരു മനുഷ്യനിലുള്ള ഒരു ഇന്നർ എനർജി ഉണ്ട്. ഓരോ മനുഷ്യനും ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യപ്പെടണം, ഈ സുപ്രീം കോടതിയിലെ കേസ് ജയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ മതി. അതൊരു ഫോഴ്സ് ആയിട്ട് വരും. എല്ലാ മനുഷ്യരിലും ഒരു ഇന്നർ ഫോഴ്സ് ഉണ്ട്, ഒരു ഫോഴ്സ് ആയിട്ട് വരും. അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായാൽ തന്നെ സുപ്രീം കോടതിയിലെ കേസ് ജയിക്കും. എന്റെ പ്രശ്നം അതാണ്, എല്ലാവരും എന്നെ ഒറ്റക്കാക്കി വിട്ടിരിക്കാന്ന് എൻ്റെ ഒരു തോന്നല്.